ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കിനും ഓൾമോസ്റ്റ് 2:30-3 മണിയായി. കൂടിന്നൊക്കെ എണീറ്റ് വന്നപ്പോഴേക്കിന് അവള് കഴിഞ്ഞ് പുളി പോയില്ലല്ലോ. എന്തിനാ എത്ര ചുമക്കേണ്ട ആവശ്യം? ജോഷിനൊന്നും ഇറങ്ങിയില്ല. ഇനി നമ്മള് വീണ്ടും പുളി പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ രാവിലെ ഭക്ഷണം വാങ്ങാൻ റോബിൻ പോയിട്ടുണ്ട്. ഇതെന്താ രാവിലെ തന്നെ ഊഞ്ഞാലാടണം എന്നുള്ള ദീർഘമായ വീക്ഷണത്തിൽ എല്ലാരും കൂടി ഊഞ്ഞാലാടുകയാണ്. റബേക്ക 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 അത് ഇത് റാഹേല്. മിഗേലിനൊക്കെ നല്ല ജലദോഷമാണല്ലോ ആശിലെ. നമുക്കിന്ന് പിള്ളേർ നീന്തോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം കേട്ടോ അല്ലേ ആശിലെ. നമ്മൾ ഇതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോഴേക്കിനും സൺറൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആഹാ, ജോഷിനെ കണ്ടു കഴിയുമ്പോ ഫോറിനേഴ്സിന്റെ മാതിരി. ഫോറിനേഴ്സ് ഒക്കെ കളിക്കൊണ്ട് അല്ലേ ആശിലെ. ഫോറിനേഴ്സിന്റെ കാര്യമില്ലേ ജോഷിനെ കണ്ടു കഴിഞ്ഞാൽ. ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കളർ ഒന്നും കൂടി കറുപ്പിക്കല്ല ഒന്ന് ചെമ്പിച്ച് കഴിഞ്ഞാൽ കായലും എങ്ങനെ ഇരുന്ന മുടിയ കായുണ്ടല്ലോ. എങ്ങനെ ഇരുന്ന മുടിയാന്ന് പറയാ ജോഷന്റെ. ചോരട്ടിരുന്ന മുടിയൊക്കെ ഇങ്ങനെയോ ആൾക്കാർക്ക് അറിയാം ജോഷന്റെ മുടി ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളിത് രാവിലെ ഇങ്ങനെ നോക്കി നോക്കി അന്വേഷിച്ച് തപ്പി തപ്പി വന്നപ്പോ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അന്വേഷിച്ച് ചോദിക്കുന്നു വിളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അന്വേഷിച്ച് രാവിലെ നോക്കിയപ്പോ ബാത്റൂമിൽ ആരോ കണ്ടപ്പോ അന്വേഷിച്ചാണ് ജോയിന് പോവാ വേറെ സ്ഥലത്ത് ഇരിക്കാതെ കൊണ്ടല്ലാണ് ഇവിടെ. പക്ഷെ സംഭവം പൊളിയാട്ടോ. ആഹാ, അതെ നല്ല വെള്ളം കേട്ടോ. നല്ല വെള്ളമായിരിക്കും കുടിക്കാനോ. കുടിവെള്ളം അത് ശരിയാണ് ചേച്ചി പറഞ്ഞ. എവിടെ കൂടി ഇറങ്ങണ്ട, നമുക്ക് പൂളിൽ ഇറങ്ങാം. രാവിലെ തന്നെ റോബിൻ ഭക്ഷണം വാങ്ങാൻ പോയിട്ടുള്ളു. അവൻ എന്താ കൊണ്ടുവരുന്നാവോ. ഇത് രസമാട്ടോ രാവിലെ തന്നെ ഇങ്ങനെ. എനിക്കൊന്ന് മഴക്കാലം ആകുമ്പോഴേക്കിനും ടെററാട്ടോ ഇവിടെ. മഴക്കാലം ആകുമ്പോഴേക്കിനും നമ്മൾ വിചാരിച്ചാൽ മതിയാവില്ല. മഴക്കാലം ആകുമ്പോഴേക്കിനും അന്വേഷിച്ച് കുറച്ചും കൂടി ഭംഗിയാവും. ഇത് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോണ ആലോചിച്ചോക്ക്. ഏയ് പാലം അവര് അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്ക്. പൊളിഞ്ഞാലും കുഴപ്പമില്ലാത്ത പാലാന്ന് പറയാ. അപ്പുറത്തെ പാലൊക്കെ ഇങ്ങനെ മഴക്കാലം പോലും എടുത്തു വെക്കുവോ. ഒന്ന് പോയി കഴിയുന്ന റോബിനെ പ്രതീക്ഷിക്കാതെ റോബിൻ വന്നിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. പോയി വാടാ തിന്നും ഞാനിത്. ബാക്കി എല്ലാരും എണ്ണീറ്റ് റോബിനെ എന്താ കൊണ്ടുവന്നേന്ന് നോക്കട്ടെ. എല്ലാരും എണീറ്റ് രാവിലെ തന്നെ. ഭക്ഷണം കഴിക്കില്ല എന്നാ റോബിനെ. എന്താണ് പൊറോട്ടി? അൽഹംദുലില്ലാ. വാ എടാ, അവിടെ നല്ല സ്പോട്ട് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇടല്ലോ ഭക്ഷണം കഴിക്കാൻ രാവിലെ തന്നെ. നമ്മളിവിടെ മറ്റേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ എന്നാ പൊതേന്റെ അവിടെ വന്ന് നമ്മളിത് അവിടെ എല്ലാവരും കൂടി രാവിലെ തന്നെ നല്ല പൊറോട്ടയും ബീഫും ഞാലിപ്പൂവനും കൂട്ടി കഴിക്കാനുള്ള പരിപാടിയാണ്. പിള്ളേരൊക്കെ നമ്മളവിടെ ഇരിക്കുന്നു. കൊള്ളാം. ഇങ്ങനെ ഇരിക്കുമ്പോ രസമല്ലേ എല്ലാവർക്കും വന്ന് ഇവിടെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാലോ. എന്നാ പറ്റി? താങ്ക് യു. പൊറോട്ട റോബിനെ അടിച്ചിട്ടില്ലല്ലോടാ. ഓ തരാ പൈ തരാ നിക്ക്. നല്ല രാത്രി നല്ല പൊറോട്ടയും ബീഫ് കിട്ടോ. കറിയുണ്ട് പിള്ളേരൊക്കെ തന്നെ നാച്ചുറായിട്ട് ഇരുത്തി പൊറോട്ടയും ബീഫും കഴിപ്പിക്കുക. അച്ഛന്മാരെ നമ്മളിന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ എന്തായാലും പോത്ത് കഴിക്കട്ടെ. പോത്തും പൊറോട്ടയും. എന്തായാലും അവിടെ ഹാളൊക്കെ ഉണ്ട്. പക്ഷെ ഹാളിലിരുന്ന് കഴിക്കുന്ന ഒരു സുഖം ഇവിടെ ഇരുന്ന് കഴിച്ചാൽ കിട്ടൂല്ലോ. വളരെ ബ്യൂട്ടിഫുൾ. ഒന്നും പറയാനില്ല. നോക്കിയേ, ഒന്നും പറയാനില്ല.
അതുപോലെ തന്നെ ഇവിടെ കൽക്കുണ്ട് മസ്റ്റ് ട്രൈ ഐറ്റമാണ് പൊറോട്ടയും ബീഫും. നമ്മുടെ ഇവിടെ താഴത്ത് കാക്കാൻ്റെ കടയിലുണ്ടായിരുന്നു. അടിപൊളി സാധനം, സൂപ്പർ. എങ്ങനെയുണ്ടോ? അടിപൊളി. അടിപൊളി. ആ നമ്മുടെ ഡ്രൈവിംഗ് മാൻ ചാടാൻ പോവാണ്. ചാടി 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 അതിനായിട്ടൊന്ന് മാറിക്കൊടുക്ക് റോബിന, ഒന്ന് മാറിക്കൊടുക്ക്. പ്രൊഫഷണൽ എന്താണ് ഡൈവർ. ഓ നമ്മളുണ്ടല്ലോ നമ്മുടെ പാർക്കിൽ നിന്ന് അവിടെ അടിയിൽ തന്നെയാണ് പാർക്ക് മുകളിലാട്ടോ വരുന്നത്. അപ്പൊ പാർക്കിന്റെ അവിടെ പിള്ളേരൊക്കെ ഇവിടെ കളിപ്പിക്കാനൊക്കെ കളിപ്പിക്കും. നല്ല താഴ്ചയുണ്ട് കേട്ടോ ഇതിന്. മറ്റേ സ്വപ്നക്കുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കേരള കുണ്ടിന്റെയും മുകളിലായിട്ടാട്ടോ വരിക. അശ്വിനി ചാടുന്നില്ലേ? കൊച്ചുങ്ങളെയും കൊണ്ട് പാർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാന്നല്ലാതെ അല്ല ഞാൻ അതിനെ സൈഡാക്കി. എന്താന്ന് വെച്ചാ ഒരു തുണി ഇവിടെ എവിടെ ഒരു സാരിയൊക്കെ ആയിട്ട് മറ്റേ അണ്ണന്മാര് കൊണ്ടേ ഇടുന്നവരല്ലേ? അതെ. അല്ല ശരിക്കും അല്ല അന്നേച്ചി അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഇത് പക്ഷെ എല്ലാതും ഫുള്ള് പിള്ളേരായോണ്ട് ജോഷി ഇറങ്ങ അന്നേച്ചിപ്പാ ഇതിപ്പോ രാഹുലിനോട് നിർത്തിക്കാൻ ചാടും ചിലപ്പോ വെള്ളത്തില്. ഇതിനെന്നാ ചാടിക്കാം. എന്നാ നമുക്ക് ചാടുള്ളവരോട് നോക്കാം. അത് പിന്നെ നീ വാ. നീന്തുന്നോ? അതിന്ന് ഫോണ് മുക്കുണ്ടോ? നമുക്ക് ഞാൻ അടിയിലൂടെ വരാം. രാഹു എന്തോന്നുള്ളിയേക്ക് എന്തോന്നുള്ളിയേട്ട് എന്തോ കാലൊക്കെ പൊന്തിക്കുന്നു. നീന്തോ വെള്ളം കുടിപ്പിക്കുന്നത് വായിൽ വെള്ളം കയറുന്ന റോഡില്ല. ഇത് വഴിക്ക് വെള്ളേ കയറലോടാ. ചേട്ടാ അവിടെ ആഴുണ്ടോ നോക്കിട്ടോ. ചേട്ടേ കൈയെടുക്ക്. അല്ല മറ്റേ കൈ മാറ്റി നമുക്ക് വൈറലാക്കണത്. വെള്ളം കുടിക്കല്ലേ? വെള്ളം കുടിക്കുന്നല്ല. പക്ഷെ നന്നായി നീന്തുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. കുഴപ്പമില്ല, അത് തൂപ്പിക്കളഞ്ഞത്. നീന്ത് ഞാനും മുങ്ങ, ക്യാമറയുടെ കൂടെ മുങ്ങ.
നമ്മള് പുഴയെന്നൊക്കെ കേറി കേട്ടോ. പുഴയെന്ന് കേറിയിട്ട് ഇവിടെ സംഭവം ഇവിടെ ഫുൾ ഫോറസ്റ്റ് സെറ്റപ്പ്. ഇവന് ഇങ്ങോട്ടൊക്കെ നോക്കണത് എന്താ നല്ല തണുപ്പല്ല ഇവനിവിടെ, പെരിഞ്ചാതി തണുപ്പാ. പക്ഷെ ഇത് കണ്ടോ ഇവിടെ, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഇവരിവിടെ 2, 3, 4 ഹട്ട് പോരല്ലടാ ഇവനെ. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഇവിടെ. കപ്പിൾസിനുള്ള ഹട്ട് പോലെ ഒരു ചെറിയൊരു ഫാമിലിക്ക് അല്ലേ ഇങ്ങനെ വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഇവനെ ഇത് നോക്കണം, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു വ്യൂ. ഇതും നല്ല രസമാണ്. പിന്നെ പിന്നെ സ്വപ്നം കൊണ്ട് പോയി കുളിക്കാന്നുള്ളത് ഫുൾ നാച്ചുറൽ സ്പോട്ടുകളാട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് പോവാൻ പറ്റിയ ഒരു ഏരിയയാണ്. അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടോ, അവിടെ ഒരു വെള്ളം ഇറങ്ങിയിട്ട് ഇതിലൂടെ കേറി പോവാടാ. നമുക്കൊന്ന് അവിടെ പോവാ, നമുക്ക് ഇതിലെ പോയി നോക്കാം. ഇത് കണ്ടോ, റഹീൽ ഉറങ്ങുന്നുണ്ടോ? ഇവനെ നീ ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് നിക്കടാ. എടാ ഇത് നല്ല രസം കേട്ടോ. സ്റ്റെപ്പ് കയറി പോണെങ്കിൽ ഇവനെ നാച്ചുറൽ എടാ കൂഴച്ചക്കയാണല്ലോടാ, നല്ല ഇതാ. വെള്ളം വേണോ? ഇവനെ ഇത് നല്ല കുത്തനുള്ളതാട്ടോ. അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിലും പോവാന്നൂല്ലേ? ഓ ഇവനെ ഇതിലൂടെ പോവാ നമുക്ക്. ഓ ഇതൊക്കെ ഇവനെ എനിക്ക് തോന്നണ്ടാ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കിന് പിന്നെ വേറെ ലെവലാവും കേട്ടോ. രസല്ലേ, ഫുൾ നാച്ചുറൽ വൈബ്. ൊക്കെ വന്ന് സ്റ്റേ ഇവനെ ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവിടെ അടച്ചിട്ട് വിട്ടില്ലേ. നമ്മളിത് പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ നമ്മൾ ആകെ പുഴയിൽ പോയി ആകെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ബാടി ഇനി നമ്മൾ നേരെ റൂമിൽ പോയിട്ട് വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. പോയി വെക്കേറ്റ് ചെയ്യാം. റൂമ് നമ്മൾ അല്ലേ, റൂം ആകെ അലങ്കോലായിട്ട്. നമ്മൾ 10-12 പേര് പിള്ളേരെല്ലാം 10-13 പേരുണ്ട്. എന്നിട്ട് ഒരു ഇതുപോലെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഡോർമെറ്ററി ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അഡ്വഞ്ചിത്തൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് റോബൻ. റോബൻ നാരരുത് ചാടുക. ചാടിയാലും കുഴപ്പമൊന്നുമില്ല. റോബിന് ഐഡിയ അറിയാട്ടോ ഇതെങ്ങനെ ചെയ്യേണ്ടത്. എന്നാ ഞാനോ ചെയ്തോ. ജോഷിനെ ഉണ്ടോ? ഓ ഒമ്പോ അത് കൊള്ളാട്ടോ അവരോട്. ഓ ഇല്ലടാ അയ്യനെ ഓ ജോഷ അതേ നിക്കുന്നോണ്ടാ. അതാ അതിലാണ് റോബിൻ. ഓ റോബിനെ എടാ ആ സാധനം എന്താ മനസ്സിലായി നിനക്ക്? റോബിൻ അത് തൂങ്ങിക്ക, അതിലാണ് റോബിനെ ശക്തി തെളിയിക്കേണ്ടത്. അടുത്തേക്ക്. ഓ റോബിന് ഇതൊക്കെ എന്ത് പൊലിവാക്കി റോബിന് ഇതെന്താ ഇങ്ങോട്ട് ചാടുന്നത്? തളർന്നതല്ലേ ഇവിടെ റോബിനെ? ഇത് സംഭവം
ഇത് സംഭവം നമ്മൾ വിചാരിച്ചാലല്ലോ കേട്ടോ. ഓയ് ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ്. ചെങ്ങായേ ഈ സൂപ്പർ ആയിരുന്നുണ്ടോ? അന്വേഷിച്ചേ ഇതൊന്ന് ഫാന്റസി പാർക്ക്. റോബിന ഈ ഒന്നുകൂടി കാണിക്കട്ടെ, ഇത് സൂപ്പർ ആട്ടോ. ഓ ഇത് അയ്യനെ ഫുൾ താഴ്ത്തി തളർന്നു. ഇനി ഞാൻ എടുക്ക അയ്യന എന്നാലും അവിടെ വരെ എത്തിയില്ലേ? അയ്യന ഇത് ഞാൻ എന്തായാലും വിജയിക്കണം. ഹോയ് ഹോയ് ഓയ് ഹോയ്. എടാ അങ്ങനെയല്ലടാ ഇതേ, പക്ഷെ ആ സമയത്ത് ഇത് ഫുൾ പവർ കൊടുക്കാൻ പറ്റുന്നില്ലേ? ഹോയ് ഇത് ഫുൾ ഇവിടെ റോബി ആശിലെ നാറ് കാണല്ലോ ഞാൻ. നീ ചാടാനാ? ഏയ് ഹേയ് ഏയ് ഹേയ് ഓ ഓ ഇത് പക്ഷെ നമ്മള് ഇല്ല ലാസ്റ്റ് പോയി. ഐവിൻ സാർ അടാ ഇപ്പഴത്തേക്ക് വാടാ ഇതിലേക്ക്. അത് അങ്ങനെയല്ലേ പോകുന്ന? എന്നാ നീ പോയിക്കോടാ അതിന്റെ മുകളിൽ ചവിട്ടി. റോബിൻ എസക്കിനെയും കൊണ്ട് പോവാട്ടോ ട്രെയിനിങ്. ഇപ്പൊ അടുത്ത പ്രാവശ്യത്തെ സെലക്ഷന് റോബിൻ അവനെ പട്ടാളത്തേക്ക് കയറ്റും. റോബിൻ അത് കേറത്തൊന്നും ഉണ്ടാവൂലടാ. എടാ അതെ ചെക്ക. പിന്നെ ഞാൻ ഒന്നില് പെട്ടിരുന്നത്. ഓ എസക്കിയാ തിരിച്ചു കൊണ്ടുപോവാ? വേണ്ട തിരിച്ചൊന്നും വേണ്ട, പാവം ചെക്കനാണ്. ഓ സ്റ്റിയറിങ് വാ കവർ ചെയ്യടാ. വാ നമ്മുടെ റൂം സെറ്റപ്പ് ഇങ്ങനെയായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഡോർമെറ്ററി സെറ്റപ്പില് ഇതാ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല റൂമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കേറിയിട്ട് അലമ്പായി പോയതാ കേട്ടോ. ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. പിന്നെ വരുന്നത് കുഴപ്പമില്ലല്ലോടാ ഐവിനെ, നല്ല റൂമല്ലേ കണ്ടാ? ഇങ്ങനെ റൂം AC വിത്ത് AC ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു അലമാരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെ ഒരു റൂം, ഇവിടെ വിത്ത് AC. ഇതൊക്കെ നമ്മള് 10 പേർക്ക് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10-11 രൂപ റേഞ്ചില് നമുക്ക് ഒരു നൈറ്റ് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും. ടേബിൾ സെറ്റപ്പ് എല്ലാവർക്കും സുഖമായിട്ട് കിടക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ കാര്യങ്ങള്. ഇനി നമ്മളെന്താ പോവാ. അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ വീഡിയോസ് നമ്മളിത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. എല്ലാവരും ഇറങ്ങി. അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ റിസോർട്ടിന്റെ വീഡിയോസ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് ബൈ. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit.